നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും കോൺഗ്രസിൽ പാർശ്വവൽക്കരിക്കാനുള്ള വി സതീശൻ വിഭാഗത്തിന്റെ നീക്കങ്ങൾക്കെതിരെ കടുത്ത നിലപാടെടുത്ത് മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് നിയമസഭാ സീറ്റിൽ നിന്നും മാറ്റി വേറൊരാളെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവിടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള വി സതീശന്റെ നീക്കങ്ങൾക്കെതിരെ കടുത്ത നിലപാടാണത്രേ ഇപ്പോൾ മുസ്ലിം ലീഗ് കൈക്കൊണ്ടിരിക്കുന്നത്. രാഹുലിനെ ഒരു കാരണവശാലും പാലക്കാട് നിന്ന് മാറ്റാൻ കഴിയില്ല, മാറ്റരുത് എന്നാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. ഷാഫി പറമ്പിലിനെ പാലക്കാട് നിന്നും വടകരയിലേക്ക് വിട്ടപ്പോൾ അദ്ദേഹത്തെ 1.5 ലക്ഷത്തിലധികം വോട്ടിന് ജയിപ്പിച്ചു വിട്ടത് വടകരയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരായിരുന്നുവെന്നും കോൺഗ്രസിന് കാര്യമായൊരു പങ്കും ആ വിജയത്തിൽ വഹിക്കാൻ കഴിഞ്ഞില്ലെന്നും ലീഗ് നേതൃത്വം പറയുന്നു. പാലക്കാടും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിജയിപ്പിക്കാൻ വലിയ പങ്ക് വഹിച്ചതും ഓടി നടന്നതുമെല്ലാം ലീഗ് പ്രവർത്തകരായിരുന്നു. ലീഗിന്റെ ശക്തിയും പിന്തുണയും കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലും വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ ലോക്സഭയിലും എത്തിയത്. അത് കോൺഗ്രസ് നേതൃത്വം മറന്നു പോവുകയാണെന്നും തങ്ങൾ കഷ്ടപ്പെട്ട് വിജയിപ്പിച്ച 2 നേതാക്കളെയും പാർശ്വവൽക്കരിക്കുന്നത് ഒട്ടും ശരിയായ നടപടിയല്ലെന്നുമാണ് ലീഗ് നേതൃത്വം പറയുന്നത്. കോൺഗ്രസിൽ അല്ലെങ്കിൽ UDF-ൽ പൊതുവെ അതാത് കക്ഷികളാണ് തങ്ങളുടെ സീറ്റിൽ ആരൊക്കെ സ്ഥാനാർത്ഥികളാകണം ആകണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വവും ലീഗിന്റെ നേതൃത്വവുമാണ് അവരവരുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം വിപരീതമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം ഇപ്പോൾ നേരിട്ട് ഇടപെടുന്ന അവസ്ഥയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിച്ചത് കോൺഗ്രസ് അല്ല എന്നും ലീഗ് അണികളാണെന്നും അതുകൊണ്ട് രാഹുലിനെ മാറ്റുന്നത് ലീഗ് അണികളുടെ മുഖത്ത് അടിക്കുന്നത് പോലെയാണെന്നും കാര്യമായ യാതൊരു ആരോപണവും ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിട്ടില്ലാത്തത് കൊണ്ട് എന്തിനാണ് അദ്ദേഹത്തെ മാറ്റുന്നതെന്നുമാണ് ലീഗ് നേതൃത്വം ചോദിക്കുന്നത്. തങ്ങൾക്ക് വളരെയേറെ താല്പര്യമുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിന്നും മാറ്റി വേറൊരാളെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ പണിയെടുത്ത പോലെ പണിയെടുക്കാൻ ഒരുപക്ഷെ ലീഗുകാരെ കിട്ടിയെന്ന് വരില്ല എന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. അതുപോലെ വടകരയിൽ ഷാഫി പറമ്പിലിനെ വിജയിപ്പിക്കാൻ മെയ് മറന്ന് പണിയെടുത്തത് മുസ്ലിം ലീഗിന്റെ അണികളും നേതാക്കളുമായിരുന്നു. കോൺഗ്രസ്സുകാരെ ആ ഭാഗത്തൊന്നും കണ്ടില്ല എന്നാണ് ലീഗ് നേതാക്കളും അണികളും പറയുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ലീഗിന്റെ കഠിന പ്രയത്നത്താൽ വിജയിച്ചു കയറിയവരാണ്. എന്നാൽ ഇപ്പോൾ അവരെ കോൺഗ്രസിൽ യാതൊരു കാരണവുമില്ലാതെ പാർശ്വവൽക്കരിച്ച് ഇല്ലാതാക്കാൻ നോക്കുന്ന വി സതീശൻ അടക്കമുള്ള നേതാക്കളുടെ നിലപാട് ഒട്ടും ശരിയല്ല എന്ന് തന്നെയാണ് ലീഗ് നേതാക്കൾ പറയുന്നത്, ലീഗ് നേതൃത്വം പറയുന്നത്. ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെയും കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിർത്തി അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിലും സീറ്റുകൾ നൽകണമെന്നും രാഹുലിനെ വീണ്ടും പാലക്കാട് സീറ്റ് നൽകിയാൽ വിജയിപ്പിക്കുന്ന കാര്യം ലീഗ് നേതൃത്വം ഏറ്റു എന്നാണ് അവർ പറയുന്നത്. രാഹുൽ പരാജയപ്പെടുമെന്ന് ഭയന്നാണ് കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന് വീണ്ടും സീറ്റ് നൽകില്ല എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വി സതീശനോട് അടുത്ത് നിൽക്കുന്നവരാണ് രാഹുൽ മാങ്കൂട്ടത്തിന് 2026 തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റേ കൊടുക്കണ്ട എന്ന് വാദിക്കുന്നത്. എന്നാൽ നിങ്ങൾ രാഹുലിന് സീറ്റ് കൊടുക്കൂ, ഞങ്ങൾ ജയിപ്പിച്ചു കൊള്ളാമെന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. ലീഗിന് കാര്യമായ വോട്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിലുണ്ട്. പലപ്പോഴും ഷാഫി പറമ്പിലും ജയിക്കാറുള്ളത് ശ്രീധരനായിട്ട് ഏറ്റുമുട്ടി തോൽക്കുമെന്നുള്ള ഘട്ടത്തിൽ പോലും ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയത് മുസ്ലിം ലീഗിന്റെ വോട്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് കൊണ്ടാണ്. ആ വോട്ടുകൾ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ലീഗിനോ മറ്റ് മുസ്ലിം സംഘടനകൾക്കോ സംശയം ഏതുമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റുന്നതെന്നാണ് ലീഗ് നേതൃത്വം ചോദിക്കുന്നത്. ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും എതിരെയുള്ള കോൺഗ്രസിലെ ചില നേതാക്കളുടെ, പ്രത്യേകിച്ച് വി സതീശനെ പോലുള്ളവർ നീക്കങ്ങൾക്കെതിരെ കടുത്ത നിലപാടെടുത്ത് മുസ്ലിം ലീഗ് രംഗത്ത് വരികയാണ്. ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് നിന്നും മാറ്റുന്ന പ്രശ്നമേ ഇല്ല എന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്.